ഹായ് ഓൾ, ദിസ് ഇസ് ട്യൂസ്ഡേ മോർണിംഗ്. രാവിലെ ഞാനാണ് നേരത്തെ എണീറ്റത്. ഞാനൊരു 7:45 ആയപ്പോൾ എണീറ്റു. അതാണ് എൻ്റെ നേരത്തെ. നിലുവും കുക്കുമൊക്കെ നല്ല ഉറക്കം. അങ്ങനെ നേരെ വന്ന് നിലുവിൻ്റെ അമൃതം രാത്രി കുടിച്ച ബോട്ടിലും ഗ്ലാസ്സും ഒക്കെ കിച്ചണിൽ കൊണ്ടുവച്ച് പല്ലൊക്കെ തേച്ചൊന്ന് വൃത്തിയാവാമെന്ന് കരുതി. ഇന്നലത്തെ വീഡിയോയുടെ റേഷ്യോ ഇങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും നല്ലപോലെ ഉണ്ട്, നല്ലതാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇന്നും വീഡിയോ ഇങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു റേഷ്യോയിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ഞാനിതിൻ്റെ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫോൺ ചരിച്ച് വെച്ച് കാണേണ്ടി വരും. ഞാനത് സൂം ചെയ്യുമ്പോൾ എൻ്റെ ക്ലാരിറ്റി വളരെ മോശമായിട്ട് പോകുന്നു. അപ്പോൾ ഫോണങ്ങ് ചരിച്ച് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ. ഏതൊരു ഫിലിം ഉണ്ടല്ലോ, എൻ്റെ പാൻറ്റിൻ്റെ കാല് മാറിപ്പോയിട്ട് നിങ്ങൾ നടക്കുമ്പോൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ എന്ന് പറയുന്ന കണക്ക്. ഐ കെ നോട്ട് കോംപ്രമൈസ് ഓൺ ക്ലാരിറ്റിയുടെ. അത് കൊള്ളത്തില്ല അങ്ങനെ ഞാൻ സൂം ചെയ്തെടുത്തിട്ട്. അല്ലെങ്കിൽ പിന്നെ വല്ല നല്ല ഫോണുമൊക്കെ വേണം. നല്ല ഫോണൊക്കെ മേടിച്ചിട്ട് നമുക്ക് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം. മിക്ക ക്രിയേറ്റേഴ്സും അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. നല്ല ഫോണൊക്കെ കയ്യിലിരിക്കുന്ന ആൾക്കാർ ഈ ലോങ് വീഡിയോയ്ക്കകത്തു നിന്ന് തന്നെയാണ് ഷോർട്ടിൻ്റെ ഒരു ഫ്രെയിം കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ആ പരിപാടി നോക്കിയിട്ട് നമ്മുടെ ക്യാമറ ക്വാളിറ്റി വെച്ചിട്ട് അത് നടക്കുന്ന കേസല്ല. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ അതിൽ നമ്മൾ കറിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് രാവിലെ അധികം പരിപാടികളൊന്നും തന്നെയില്ല. രാവിലെ ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാൽ മതി. പക്ഷേ എണീറ്റ് വന്നപ്പോഴത്തേക്ക് പല പല പ്ലാനുകളിങ്ങനെ മൈൻഡിൽ കയറി കേട്ടോ. ഇന്നലെ വെച്ച കറിയില്ലേ, അത് നല്ല എരിവുണ്ട്. അതിത്തിരി മുളക് പൊടി കൂടിപ്പോയെന്നാണ് തോന്നുന്നത്. കുക്കു കഴിക്കും, കുറച്ച് തൈരും കൂടെ കുഴച്ച് കൊടുത്താൽ അവൻ കഴിക്കും. പക്ഷേ അത്യാവശ്യത്തിന് എരിവുണ്ട്. പിന്നെ ഈ പല പല മീനല്ലേ ഈ വറുക്കാനും ഒക്കെ ആയിട്ട്, അതിൻ്റെ അകത്ത് നിന്ന് മാംസം പിച്ചി വെക്കാനായിട്ട്, ഫ്രൈ ചെയ്ത മീനിൻ്റെ പീസസ് പിച്ചി വെക്കാനായിട്ട് നോക്കിയാൽ അതിൻ്റെ അകത്ത് നിന്ന് വലിയ രീതിക്ക് മീറ്റൊന്നും കിട്ടത്തില്ല, മാംസമൊന്നും കിട്ടത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും കുക്കുവിന് ഇന്ന് ബ്രെഡ് ടോസ്റ്റ് കൊടുത്തു വിടാമെന്ന് തീരുമാനിച്ചു. ഒരു 4-5 ബ്രെഡും കൂടെ ബാക്കി ഇരിപ്പുണ്ട് നമ്മൾ മേടിച്ച ബ്രെഡിൻ്റെ പാക്കറ്റിൽ നിന്ന്. അപ്പോൾ അവൻ ഇന്ന് ലഞ്ചിന് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അമ്മ രാവിലെ ആയപ്പോൾ അപ്പത്തിൻ്റെ മാവെടുത്ത് വെളിയിൽ വെച്ചേക്കുന്നു. പരിപ്പ് കറി ഉള്ളത് അലന് ചപ്പാത്തി കൊടുക്കാം, നമുക്ക് അപ്പം ചുട്ട് കഴിക്കാമെന്നും പറഞ്ഞിട്ട്. ഇത് പുളിമാവ് ഇനി ഇരുന്നാൽ ചീത്തയാവും തോന്നുന്നു. അതുകൊണ്ട് ഇനിയുള്ള 2-3 ദിവസങ്ങളിൽ മിക്കവാറും ഞങ്ങൾ അപ്പം ചുട്ടതങ്ങ് തീർക്കാനുള്ള പ്ലാനാണ്. അതിൻ്റെ അകത്ത് കുറച്ചേ ഉള്ളൂ, ചിലപ്പോൾ ഇന്ന് ചുടുമ്പോഴത്തേക്ക് തീരുമായിരിക്കും. അപ്പോൾ അമ്മ എന്തായാലും രാവിലത്തെ പ്ലാൻ മൊത്തം തകിടം മറിച്ചിട്ടുണ്ട് എൻ്റെ. പാലന് മാത്രം ചപ്പാത്തി ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റിന്. പരിപ്പ് കറി ഞാൻ കൊണ്ടുവന്ന് അവനിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, അതങ്ങ് ചൂടായിരിക്കട്ടെ. കുക്കുവിനും എനിക്കും ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമാണ്, കുക്കുവിന് ലഞ്ചിന് ബ്രെഡ് ടോസ്റ്റാണ്. എൻ്റെ ലഞ്ച് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ടല്ലേ കഴിക്കുന്നത്. സ്കൂളിൽ ഇന്നാണ് നമ്മൾ ഡീവോമിങ്ങിൻ്റെ ടാബ്ലറ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ ടാബ്ലറ്റ്സ് വേണ്ടാന്നുള്ളവർ എഴുതി കൊണ്ടുവരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ മെസ്സേജ് മാക്സിമം വ്യക്തമാവുന്ന രീതിയിലാണ് ഞാൻ ഇട്ടിട്ടുള്ളതെങ്കിലും രാവിലെ ഞാൻ വീഡിയോ എടുക്കാൻ നേരത്തെ എൻ്റെ ഒരുപാട് കോൾസ് വന്നിട്ട് എൻ്റെ വീഡിയോ ഇങ്ങനെ കട്ടായി പോകുമായിരുന്നു. ടാബ്ലറ്റ് കൊടുക്കണേ എന്നറിയിക്കാനായിട്ട്. കൊടുക്കേണ്ടവർ അത് പറയേണ്ട കാര്യമില്ല എന്നാണ് നമ്മൾ മെസ്സേജ് വിട്ടിരുന്നത്. കൊടുക്കണ്ട എങ്കിൽ ഏത് ഡേറ്റിലാണ് കൊടുത്തതെന്ന് കാണിച്ച് ഒരു ലെറ്റർ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുകാർ പറഞ്ഞത് എപ്പോഴും സ്കൂൾസിൽ ചെയ്യുന്നത് വീട്ടിൽ നിന്ന് വിളിച്ചറിയിക്കും ഡിവോമിങ്ങിൻ്റെ ടാബ്ലറ്റ് കുട്ടികൾക്ക് കൊടുക്കണ്ട എന്നുള്ളത്. പക്ഷേ അവർ തന്നെ ചിലപ്പോൾ ഈ 6 മന്ത് ഗ്യാപ്പൊക്കെ വിട്ടിട്ടായിരിക്കും, ഓർമ്മ നിൽക്കാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, 6 മാസത്തിനുള്ളിൽ കൊടുത്തു എന്ന് വിചാരിച്ചിട്ടായിരിക്കും പറയുന്നത്. ഈ ഒരു കാര്യം ഒരു സ്കൂളിൽ മാസമായിട്ട് ചെയ്യുന്നതിൻ്റെ റീസൺ തന്നെ എല്ലാവരും ഇതെടുത്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഇതിൽ ഒരാൾ നമ്മൾ മിസ് ഔട്ട് ആയാലും ഒരാൾ അത് ചെയ്യാതിരുന്നാൽ ടോയ്ലറ്റൊക്കെ നമ്മൾ കുട്ടികളെല്ലാവരും യൂസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ അത് ചെയ്തത് കൊണ്ട് ഒരു ഫലമില്ലാതാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞു നമ്മൾ പ്രൂഫായിട്ട് ലെറ്ററിൽ എഴുതി മേടിച്ച് വയ്ക്കാൻ, അതാണ് ബെസ്റ്റ് എന്ന്. ഏത് ഡേറ്റിലാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ നമുക്ക് അറിയാമല്ലോ. 6 മന്ത്സിനുള്ളിൽ ഇത് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ വേണ്ടാന്ന് പറയുന്നതെന്ന്. അത് ഞാൻ മെസ്സേജ് മലയാളത്തിൽ തന്നെയാണ് വിട്ടത്. ബട്ട് എന്തോ അതിലൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെന്ന് എനിക്കിന്ന് രാവിലെ ആയപ്പോൾ മനസ്സിലായി. ചെറപറ കോളായിരുന്നു. കൊടുക്കണമെങ്കിൽ ലെറ്റർ അയക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. നിലുവിനും കുക്കുവിനും ഞാനൊരു 2 മന്ത്സ് ബിഫോർ അത് കൊടുത്തായിരുന്നു. ഹോസ്പിറ്റലിൽ പോയില്ല, നിലു ഫുഡ് എടുക്കാതായിരുന്നു നല്ല രീതിക്ക്. അപ്പോൾ ഇങ്ങനെ വിരയുടെ ഇഷ്ടംപോലെ മിഠായിയല്ലേ കഴിക്കുന്നത്. അങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു കുടിക്കുന്ന ഒരു മരുന്ന് ഒരു ബോട്ടിൽ മേടിച്ചിട്ട് നിലുവിന് അത് 2.5 അങ്ങനെ എന്തോ കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു മൂത്ത ആൾ ഞാൻ അതിനെ കുക്കുവിന് ബാക്കി കൊടുക്കാമല്ലോ, ഒരു ബോട്ടിൽ കൊണ്ടുവന്ന് കളയണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു കൊടുക്കാം, അവന് അതിൻ്റെ ബാക്കി മൂത്ത ആൾക്ക് കൊടുക്കാൻ. ചപ്പാത്തി കൊണ്ടുവരുന്ന ആ ചേട്ടൻ വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ ആ കൊട്ട്. ഇതിപ്പോൾ ഞാൻ ഈ ഓഡിയോ ആഡ് ചെയ്യുന്നത് സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് എൻ്റെ ലഞ്ച് ബ്രേക്കിന് വന്നിട്ടാണ്. ഇനി അമ്മേനെ കൊണ്ട് ചോറ് വാരി തരാൻ പറഞ്ഞിട്ടായിരിക്കും ഞാൻ തിരിച്ചു ഓടുന്നത്. ഞാൻ ഓഡിയോ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഇനി ഇരുന്ന് ലഞ്ച് കഴിക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ല. കറിക്ക് ചൂടാക്കി വെക്കാനുള്ള വെണ്ടയ്ക്കയൊക്കെ അവൻ്റെ വെച്ചിട്ടാണ് ഞാൻ വന്നിരുന്ന് ഈ ഓഡിയോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു എഗ്ഗും
കുറച്ച് പാലും ഇത്തിരി ഉപ്പും പഞ്ചസാരയും ലേശം വെനില എസൻസും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും മണവും ഒക്കെ വരും ടോസ്റ്റിന്. നല്ല കുതിർത്തി അങ്ങ് ചെയ്യാം. ബ്രെഡ് ആവശ്യത്തിൽ കൂടുതൽ ഉണങ്ങിയിരിപ്പുണ്ട്. കടയിൽ നിന്ന് മേടിച്ചപ്പോഴേ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ചിലപ്പോൾ ഒരു ലക്കിന് മാത്രമേ നമുക്ക് സോഫ്റ്റ് ബ്രെഡ് കിട്ടാറുള്ളൂ. സോഫ്റ്റ് ബ്രെഡ് കിട്ടും, കുരിശടിയിൽ നേർച്ച കൊടുക്കുന്ന സാധനം. ഇത് എവിടെ നിന്നാണെന്ന് അറിയത്തില്ല. എപ്പോൾ കൊടുത്താലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബന്നും ബ്രെഡും ഒക്കെ ആയിരിക്കും. നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് ഇങ്ങനെ കല്ല് മാതിരി ഇരിക്കും. അപ്പോൾ ഇത് നല്ലപോലെ അങ്ങ് സോക്ക് ചെയ്തെടുത്താൽ ഉച്ചയ്ക്ക് കഴിക്കാൻ നേരം ഹാർഡാവത്തില്ല. അപ്പോൾ ലഞ്ചിന് ബ്രെഡ് ടോസ്റ്റ് മാത്രമായിട്ടല്ല ഞാൻ കൊടുക്കുന്നത്, കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അമ്മ എപ്പോഴത്തെയും പോലെ തന്നെ അവന് ചോറാണ് കൊടുത്തു വിടുന്നതെന്ന് കരുതി ഒരു എഗ്ഗ് റൈസിൻ്റെ കൂടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ചോറൊക്കെ റെഡിയായി കേട്ടോ. ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് അരിയൊക്കെ ഏതാണ്ട് അടച്ചിടുന്ന പരുവായി. ചോറ് ഗ്യാസിൻ്റെ പുറകിലിരിപ്പുണ്ട്. മീൻ കറിയും അമ്മ രാവിലെ ചൂടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. വിൻഡോൻ്റെ പണി പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ ആൾക്കാർ വരുമെന്ന് പറഞ്ഞു അതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട്. ആ ഒരു വിൻഡോയിൽ കൂടെയാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്തോട്ട് എലി കയറിക്കൊണ്ടിരുന്നത്. നമ്മുടെ ഈ കടലിൻ്റെ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ വീട് നിൽക്കുന്നുണ്ട്. ഈ തട്ടും മുട്ടുമൊക്കെ ആ പണിയുടേതാണ് കേട്ടോ. കടലിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് എല്ലാ സാധനങ്ങളും തുരുമ്പടിക്കും. ഞാൻ എൻ്റെ ഈ ക്ലോത്ത് ഡ്രൈയിങ്ങിൻ്റെ ആ റാക്കൊക്കെ ഇനിയിപ്പോൾ പൊടിച്ച് എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അത്രയ്ക്ക് തുരുമ്പായി അതിൻ്റെ അകത്തൊക്കെ. അത് ഞാൻ താഴെ ഇവിടെ വരാന്തയിലാണ് വെച്ചിരുന്നത്, കിച്ചൻ്റെ വെളിയിലുള്ള. ഇനിയിപ്പോൾ അത് ഞാൻ മേളിലോട്ട് എടുത്ത് വെച്ചു, പക്ഷേ വൈകിപ്പോയി. മേളിലത്തെ വരാന്തയിൽ ആദ്യമേ വെച്ചിരുന്നെങ്കിൽ കുറച്ച് നാളും കൂടെ യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ ഈ ജനലിൻ്റെ നമ്മൾ ജനലിൻ്റെ പാളി പട്ടിയലുമായിട്ട് പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഫുള്ളങ്ങ് തുരുമ്പെടുത്ത് പോയി. മാക്സിമം തുറക്കാതെ തന്നെ യൂസ് ചെയ്യും കേട്ടോ. ജനലൊക്കെ തുറന്നിട്ടാൽ പെട്ടെന്ന് നശിച്ചു പോകും. റൂമിലെ ജനലൊക്കെ തുറക്കാതെ തന്നെ വെച്ചിരുന്നതാണ്. അപ്പോൾ ഈ ഒരു എൻ്റെ നിലൂൻ്റെ സമയത്ത്, അതായത് സെക്കൻഡ് സർജറി സിസേറിയനൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് നല്ല ചൂടായിരുന്നു. അപ്പോൾ ജനൽ തുറന്നിടാനായിട്ട് ഞാൻ ആ പാളി പിടിച്ച് തള്ളിയപ്പോഴത്തേക്ക് അത് അങ്ങനെ തന്നെ ഇളകി താഴെ വീണു. അത് പിന്നെ എങ്ങനെയൊക്കെയോ എടുത്ത് ചേർത്ത് പിടിച്ച് ആ ഗ്യാപ്പിൽ വേറൊരു പട്ടിയിലൊക്കെ ചാരി വെച്ച് എലി കയറാതിരിക്കാനുള്ള സെറ്റപ്പൊക്കെ ആക്കിയതാണ്. പക്ഷേ എലിയല്ല, അത് പുലിയാണ് ഈ കയറുന്ന സാധനം. അതിങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചുരുട്ടിക്കൂട്ടി വെച്ച പേപ്പറെല്ലാം കൂടെ കടിച്ച് പറിച്ച് മാറ്റിയിട്ട് അതിൻ്റെ അകത്തൂടെ കയറാൻ തുടങ്ങി. ആ ഒരു റൂമിൽ നിന്ന് കയറിയിട്ടാണ് ഇപ്പോൾ കിച്ചണിലേക്ക് കയറുന്നത്. പിന്നെ മേളിലത്തെ ഓപ്പൺ ഏരിയയിലും കൂടെ കയറും. പക്ഷേ നമ്മൾ സ്റ്റെയറിൽ നിന്ന് താഴോട്ട് ഞാൻ ബ്രഷ് ചെയ്യുന്ന സമയത്ത് സ്റ്റെയറിന് അവിടെ ഒരു ഗേറ്റ് പോലെയുണ്ട്. അതും ഇരുമ്പിൻ്റെ ഒരു ഗേറ്റാണ്. അതിൽ മമ്മിയുടെ ഒരു നെറ്റ് പോലത്തെ സാരിയാണ് ചുറ്റി കെട്ടിയൊക്കെ വെച്ചേക്കുന്നത്. അതിൻ്റെ അകത്തൂടെ അത് പൂട്ടിക്കഴിഞ്ഞാൽ വരത്തില്ല. പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ സ്ഥിരം ആളുടെ സഞ്ചാര പദം. അതെനിക്ക് മനസ്സിലായത് നമ്മൾ ഈ പുതിയ ഷീറ്റ് മേടിച്ചിട്ട് അത് വിരിക്കാനായിട്ട് ഞാനും അമ്മയും കൂടെ അന്ന് ഇത് മുറിച്ചിട്ട് കൊണ്ട് വിരിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ആ ഇങ്ങോട്ട് വലിച്ചപ്പോഴത്തേക്ക് ബെഡിൻ്റെ ആ കോർണറിൽ എലിയുടെ അപ്പി ഇങ്ങനെ നിരന്ന് കിടക്കുന്നു. അതിൻ്റെ ഒരു 2 ദിവസം മുന്നേ തൂക്കുകയും തുടക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പിൽ പിന്നെയും വന്നിട്ട് പണി തുടങ്ങി. അവിടെയും കട്ടിലിൻ്റെ അടിയിൽ ഞാനിതുപോലെ കുക്കുവിൻ്റെ LKG UKGയിലെ കുറച്ച് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. പ്രോജക്റ്റ് വർക്ക്സ് ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് പിക്ചേഴ്സ് വെട്ടിയെടുക്കാമല്ലോ. അതൊക്കെ കറണ്ട് നിന്നുകൊണ്ടാണ് അവിടെ ഇങ്ങനെ അപ്പിയിട്ടൊക്കെ നാട്ടി വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ജനൽ നമ്മൾ പുതിയത് സെറ്റാക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൂടെ എലി കയറുമെന്ന് നോക്കണം. എന്നാലും കയറും കേട്ടോ. അത് ഈ എയർ ഹോളിൻ്റെ അകത്തൊക്കെ കൂടെ കയറും. എങ്ങനെയാണെന്നോ എന്തോ എലിയുടെ ശല്യം ഇവിടെ നല്ല പോലെ ഉണ്ട്. നമുക്ക് ഈ പാറയുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഓടി നേരെ അങ്ങോട്ടാണ് പോകുന്നത്. കടത്താഴയോട്ട് പോയി അങ്ങ് അതിൻ്റെ ഇടയിലൊക്കെ പോയിരിക്കും. പാമ്പുകൊണ്ട് ഒരു പ്രാവശ്യം മാത്രമേ എൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ എലിയും പാമ്പിൻ്റെയൊക്കെ വിശേഷങ്ങളുടെ ഇടയിൽ എൻ്റെ ബ്രെഡ് ടോസ്റ്റ് റെഡിയായി. ഇനി ആലനുള്ള ഒരു 3 ചപ്പാത്തി ഉണ്ടാക്കണം. രാവിലെ ആയതുകൊണ്ട് 3 കഴിക്കത്തുള്ളൂ. പ്ലസ് ഒരു വലിയ കപ്പ് നമ്മൾ ബ്ലാക്ക് കോഫിയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, ആ 3 ചപ്പാത്തി റെഡിയാക്കുന്നുണ്ട്. സൈഡ് ബൈ സൈഡായിട്ട് ഞാൻ ഇപ്പുറത്ത് ചെറിയൊരു കടായി വെച്ചിട്ട് അതിൽ ഫ്രഞ്ച് ഫ്രൈസും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഫ്രോസൺ സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ എന്തെങ്കിലും ഒരു സൈഡ് വേണമെന്ന് തോന്നുമ്പോഴത്തേക്ക് പെട്ടെന്ന് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. പക്ഷേ പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ എയർ ടൈറ്റായിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ ഒരു ബലം അങ്ങ് പോകും കേട്ടോ. പിന്നെ ഇത് വളഞ്ഞങ്ങ് കിടക്കാൻ തുടങ്ങും. കട്ടിക്ക് അങ്ങനെ നിൽക്കത്തില്ല. ആദ്യത്തെ സെറ്റ് നല്ലപോലെ കിട്ടും. അല്ലെങ്കിൽ ആ ഒരു പാക്കറ്റ് മേടിച്ചിട്ട് അത് മുഴുവൻ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. പക്ഷേ അത്രയും ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കേണ്ട കാര്യം ഇല്ലല്ലോ. ഇവിടെ ആകെ കുക്കുവിന് മാത്രം മതി. എനിക്കങ്ങനെ വലുതായിട്ട് ഫ്രഞ്ച് ഫ്രൈസിനോട് ക്രേവിങ്സ് ഒന്നുമില്ല. നിലൂനും അങ്ങനെയില്ല. അവന് ഈ മുട്ടയും ഏത്തക്കയും ചോറും മീൻകറിയും അങ്ങനെയൊക്കെ മതി. പക്ഷേ കുക്കുവിനാണിത് വേണ്ടത്. മൊമോസ് കഴിക്കാനൊക്കെ ഞങ്ങൾ പോയിരിക്കുമ്പോൾ വലിയ കാര്യത്തെ ഓർഡർ ചെയ്യുന്നതാണ് ഫ്രഞ്ച് ഫ്രൈസ്. അത് മാത്രമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരുന്ന ദിവസങ്ങളുണ്ട്. ഇനി നമുക്ക് മീൻ പൊരിക്കണം. ചപ്പാത്തിയായി. കറിവേപ്പില ഇട്ടപ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ പെട്ടെന്ന് പുറകിലോട്ട് മാറിയത്. ഇനിയും തെറിച്ച് വീണ്ടും പൊള്ളണ്ടെന്ന് കരുതിയിട്ട്. മീൻ അങ്ങനെ പല സൈസിലുള്ള മീൻ. ആ വലിയ എനിക്ക് പേരറിയാത്ത 2 പരന്ന മീനും ഞാൻ പൊരിക്കാൻ തന്നെയാണ് കേട്ടോ മസാല പുരട്ടി വെച്ചത്. നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടു കാണുമല്ലോ.
ഈ പേരൊന്നും അറിയത്തില്ലെങ്കിൽ നമുക്ക് രുചിനെ കുറിച്ചും വലിയ ധാരണയില്ലെങ്കിൽ പൊരിക്കുന്നതാണ് നല്ലത്. ഫ്രൈ ചെയ്താൽ ആരെങ്കിലുമൊക്കെ ആയിട്ടങ്ങ് കഴിച്ചോളും. ഇനി മീനൊക്കെ തിരിച്ചും മറിച്ചുമൊക്കെ ഇടുന്നത് അമ്മ ചെയ്തോളും. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8:30 കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ കുക്കുവിൻ്റെ ലഞ്ച് എടുത്ത് വെക്കുകയാണ്. ഇനി ലഞ്ചും സ്നാക്സും ഒക്കെ എടുത്ത് വെച്ചിട്ട് വേണം മേളിൽ പോയി നിലുവിനെ ഉണർത്താതെ അവനെ വിളിച്ച് താഴെ കൊണ്ടുവരാൻ. അവനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. അവനെ എണീപ്പിച്ച് കഴിഞ്ഞാൽ അവന് നിലു എണീക്കണം. പതുക്കെ ഇറങ്ങുമ്പോൾ നിലു ടാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് എണീറ്റിട്ട് അവനെയും കൂടി ഇങ്ങ് താഴോട്ട് കൊണ്ടുവരും. പിന്നെ ഞങ്ങൾ എന്തായാലും ലേറ്റാവും. അല്ലെങ്കിൽ തന്നെ ഒരു ഓട്ടപ്പാച്ചിലിലാണ് സ്കൂളിലെത്തുന്നത് കേട്ടോ. അത് ഞാൻ ഉറങ്ങുന്നതുകൊണ്ടാണ്. കുറച്ചുകൂടെ നേരത്തെ എണീറ്റാൽ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പോവാം. എന്നാലും ടൈമൊക്കെ ഇപ്പോൾ ഏകദേശം കറക്റ്റാണ്. അധികം ലേറ്റ് ആവാതെ ഫസ്റ്റ് ബെല്ലിന് മുമ്പ് ഞാൻ എത്തുന്നത് കൊണ്ട് ആ ഒരു അഹങ്കാരത്തിലാണ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ടോസ്റ്റ് വെച്ചു. ടോസ്റ്റിൻ്റെ മുകളിൽ പൊട്ടാറ്റോ ഫ്രൈസും പിന്നെ ഒരു എഗ്ഗ് പുഴുങ്ങിയത് ഉപ്പും മുളക് പൊടിയും പുരട്ടിയാണ് കേട്ടോ വെച്ചേക്കുന്നത്. അവൻ അങ്ങനെ കഴിക്കത്തുള്ളൂ. പിന്നെ സ്നാക്സിന് ഓറിയോസും ബിസ്ക്കറ്റ്സും വേഫേഴ്സും ഒക്കെ വെച്ചു. ലഞ്ച് ടവലും എടുത്ത് വെച്ചു. ഇന്നിപ്പോൾ സ്പൂണൊന്നും വെക്കുന്നില്ല. ബ്രെഡ് സ്പൂൺ കൊണ്ട് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ ഒരു ഇറേസർ ഇതിൻ്റെ അകത്ത് കിടക്കുന്നു കേട്ടോ. 2-3 ദിവസമായിട്ട് ഇറേസർ കാണുന്നില്ല എന്നും പറഞ്ഞൊരു മോങ്ങലുണ്ടായിരുന്നു. അത് ദേ കിറ്റിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഫ്രൈഡേ സ്കൂളിൽ നിന്ന് വന്നിട്ട് പഠിക്കാനിരുന്നപ്പോൾ തുടങ്ങിയതാണ് ഇറേസർ കാണുന്നില്ല എന്നും പറഞ്ഞിട്ടുള്ള നിലവിളി. സാറ്റർഡേ സൺഡേ പിന്നെ മൺഡേ സ്കൂളിൽ പോയില്ല. അതുകൊണ്ട് ഈ കിറ്റ് ഞാൻ തൊട്ടിട്ടും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് പിന്നെ അതിൻ്റെ അതെടുത്ത് നോക്കിയത്. അമ്മ ലഞ്ച് ബോക്സും ടവലും ഒക്കെ വെളിയിലെടുത്തിട്ട് ഇതങ്ങനെ കൊണ്ടുപോയി അവിടെ തൂക്കിയിടുകയാണ് ചെയ്യാറുള്ളത്. അഥവാ ഇതിലെന്തെങ്കിലും കറി പോയിട്ടുണ്ടെങ്കിലേ കഴുകത്തുള്ളൂ. അപ്പോൾ ഫ്രൈഡേ എന്താ കൊണ്ടുപോയെന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും ഇതിൻ്റെ അകത്ത് സ്പില്ലൊന്നും ആയിട്ടില്ലായിരുന്നു. കഴുകാനില്ലായിരുന്നു ഈ സാധനത്തിൽ. അതുകൊണ്ട് അങ്ങനെ ആരും നോട്ടീസ് ചെയ്യാതെ ഇറേസർ അതിൻ്റെ അകത്ത് തന്നെ കിടന്നു. പിന്നെ നമ്മുടെ പാനൊക്കെ കഴുകി വെച്ചു. ആലനുള്ള ചപ്പാത്തി ആ ചെറിയൊരു പിങ്ക് ഡബ്ബയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം വെക്കാനായിട്ട് ചെറിയ പാത്രം എടുത്തിട്ട് ശരിയാവത്തില്ല. അതിങ്ങനെ നമ്മൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ആ വലിയ ഹോട്ട് പോട്ടിൽ ഗ്രീൻ ഹോട്ട് പോട്ടിലാണ് അമ്മ അപ്പം ചുട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ആലന് 3 ചപ്പാത്തിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആ പരിപ്പ് കറിയുടെ മേളിലിരിക്കുന്ന പിങ്ക് ഡബ്ബയാണ് ആലൻ്റെ ചപ്പാത്തി. സൈഡിലുള്ള കോഫി. പിള്ളേർക്കുള്ള പാല് അമ്മ ദേ ആ ഗ്യാസിൻ്റെ സൈഡിൽ അടച്ചു വെച്ചിട്ടുണ്ട്. അതിനി ഞങ്ങൾ കഴിക്കാൻ നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് അമ്മ എടുത്ത് ഒഴിച്ചു കൊടുക്കും. അപ്പം ലാസ്റ്റ് ഒരെണ്ണമാണ് ഞാനിപ്പോൾ എടുത്തത്. ഇതിപ്പോൾ കഴുകാൻ പറ്റത്തില്ലല്ലോ. കഴുകി കഴിഞ്ഞാൽ പാത്രങ്ങൾ ചൂടോടെ കഴുകി കഴിഞ്ഞാൽ ചീത്തയാവുന്നുണ്ടല്ലോ. അതുകൊണ്ട് അതങ്ങനെ എടുത്ത് സിങ്കിലേക്ക് വെച്ചു. പിന്നെ പൊരിച്ചമീൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അത് അമ്മ നോക്കും. പിന്നെ തൽക്കാലം ഇവിടേക്ക് ഒന്ന് പെട്ടെന്നൊന്ന് ഓടിപ്പിടിച്ച് ക്ലീൻ ചെയ്തു. എപ്പോഴത്തെയും പോലെ ലോഷനൊന്നും ഇട്ട് ക്ലീൻ ചെയ്തില്ല. വലിയ പരിപാടികളില്ലായിരുന്നു. ആ കറിവേപ്പില തെറിച്ചത് മാത്രം ഇത്തിരി ഗ്യാസിൻ്റെ പുറത്തുണ്ടായിരുന്നു, അതേ ഉള്ളൂ. എന്നാലും ക്ലീൻ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഈ ഗ്യാസിൻ്റെ പുറത്ത് സ്പില്ല് ചെയ്ത് കിടക്കുന്ന എണ്ണയുടെ ഇമേജ് എൻ്റെ തലയിൽ കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അതങ്ങനെ അവിടെ ഇരിക്കും. ഞാനിങ്ങനെ നല്ല ഭംഗിക്ക് നീറ്റായിട്ട് അടുക്കി പറക്കി വെള്ളത്തിൻ്റെ തുള്ളികളൊന്നും ഇല്ലാതെ തുടച്ച് വെച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത്. പക്ഷേ ഇവിടെ ഭക്ഷണം കഴിക്കുന്നവരൊക്കെ വെള്ളം നല്ല രീതിക്ക് തെറിപ്പിച്ച് പാത്രമൊക്കെ കഴുകി വയ്ക്കും കേട്ടോ. പക്ഷേ അവിടെ ഇവിടെയെല്ലാം വെള്ളം തെറിച്ചിരിക്കും. ഈ കൗണ്ടർ ടോപ്പിൻ്റെ പുറത്ത് വെള്ളം തെറിച്ചിരിക്കുമ്പോഴേ ഒരു എന്താ പറയുന്നത്, ഒരു അഭംഗിയാണ്. അതിനൊരു വൃത്തി തോന്നത്തില്ല, വൃത്തിയായിട്ടാണ് കിടക്കുന്നതെങ്കിൽ. ഇതിപ്പോൾ 4 എനിക്കും കുക്കുനും കൂടെ ഒരുമിച്ച് എടുത്തത് കൊണ്ടാണ് കേട്ടോ അത്രയും അങ്ങനെ ഇരിക്കുന്ന പൊക്കത്തിൽ. അമ്മ ചെയ്യുമ്പോൾ അങ്ങനെയാണ്. നടുക്ക് ഇങ്ങനെ പൊങ്ങിയിരിക്കും, ചുറ്റിലും ക്രിസ്പായിട്ടിരിക്കും. ഞാനാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ മൊത്തത്തിൽ ദോശ പോലെ ആക്കും. ഇങ്ങനെ കറക്കി കറക്കി തിക്നെസ് തീരെ കുറച്ചെടുക്കും. ചില ഹോട്ടൽസിലൊക്കെ അങ്ങനെയാണ് കിട്ടുന്നത്. എനിക്കതാണ് ഇഷ്ടം. പക്ഷേ കുക്കുവിന് ഈ പൊരിച്ച സൈഡ് വേണം, മൊരിഞ്ഞ സൈഡ് വേണം. അതുകൊണ്ട് അമ്മ ഇങ്ങനെ ചെയ്യും. അവനെ ഞാൻ വിളിച്ചുകൊണ്ട് വന്ന് ബ്രഷ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയി അപ്പവും ഷുഗറും ഒക്കെ എടുത്തുകൊണ്ട് വന്നത്. ഒരു പാതി ഉറക്കത്തിലാണ്. എന്നാലും അപ്പം ആയതുകൊണ്ട് നല്ല രീതിക്ക് ഇരുന്ന് കഴിച്ചോളും. നിലു എണീറ്റ് പാലും കൊണ്ട് സോഫയിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ അമ്മയടുത്ത് പറഞ്ഞു വിട്ടു നിക്കറിട്ട് കൊടുക്കണം, ഇനിയിപ്പോൾ ഏത് ഫ്രെയിമിലും വന്ന് കയറും നിക്കറില്ലാതെയെന്ന്. രാവിലെ എണീറ്റിട്ടുണ്ടല്ലോ, സാധാരണ പാല് കുടിച്ചിട്ടാണ് പോട്ടി പോകുന്നത്. ഇപ്പോൾ ഞാൻ കുക്കുവിനെ വിളിക്കാനായിട്ട് ഞാൻ മേളിൽ കയറി ചെന്നപ്പോഴത്തേക്ക് അവൻ എണീറ്റ് അവിടെ കുത്തിയിരുന്ന് പോട്ടി പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ആളെ താഴത്തോട്ട് എന്നെ എടുത്തുകൊണ്ട് വന്നത്. അങ്ങനെ ഞാൻ കുറച്ച് ലേറ്റായി. അത് കഴിഞ്ഞിട്ട് ഓടിപ്പോയി സൺസ്ക്രീനൊക്കെ ഇട്ടു. മുടി അധികം നല്ല ചീകാറേ ഇല്ല വീക്ക് ഡേയ്സിൽ. എനിക്ക് എപ്പോഴെങ്കിലും തോന്നണം മുടി ചീകാനായിട്ട്. അങ്ങനെ അത് സ്മൂത്തൻ ചെയ്തതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ അതാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഇങ്ങനെ അങ്ങ് പോകാൻ പറ്റും. ചീകണമെന്നില്ല, ചീകി ഒതുക്കണമെന്നില്ല. ഈ മിററിൽ കുക്കു സാറിന് എത്താത്തതുകൊണ്ട് അവൻ റൂമിലെ മിററാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അവന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കാലിൽ വാസലിൻ ഇടണം, കയ്യിൽ ബോഡി ലോഷൻ ഇടണം, തലയിൽ ഹെയർ ക്രീം ഇടണം. എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ആ മുടിയൊന്ന് ഒതുക്കി വെക്കാനായിട്ട് ഹെയർ ക്രീം ഇടാനാണ് ഹെയർ ക്രീം വാങ്ങിച്ചു കൊടുത്തേക്കുന്നത്. പക്ഷെ അവനിപ്പോൾ എപ്പോൾ കണ്ണാടി നോക്കിയാലും അവൻ കുറച്ച് ഹെയർ ക്രീമൊക്കെ ആയിട്ട് മുടി സെറ്റ് ചെയ്തുകൊണ്ട് വരും. ഇതിപ്പോൾ ആ പരിപാടിയിലേക്കൊന്നും തുടങ്ങിയിട്ടില്ല. അവിടെ യൂണിഫോമൊക്കെ തപ്പിപ്പറക്കി ഇടുന്നതേ ഉള്ളൂ. ഇനി ഈ ടൈയൊക്കെ ഇട്ടിട്ട് വേണം പോയി നിന്ന് മുടി സെറ്റാക്കാൻ. അതിന് തന്നെ അവൻ കുറച്ച് സമയമെടുക്കും. നിലു പാലൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നലത്തെ പോലെ എൻ്റെ ബാഗ് എവിടാന്നൊക്കെ പറഞ്ഞ് തപ്പുന്നുണ്ട് കേട്ടോ. സ്കൂളിലോട്ട് വരാനായിട്ട് ഒരുങ്ങാനായിട്ട് അവനും മുറിയിൽ കയറി ഇറങ്ങി നടക്കുക. പൗഡറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. എൻ്റെ ബാഗ് എവിടെ, ഞാനും പോന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്ന് വീണ്ടും വേറൊരു കരച്ചിലിൽ നിൽക്കും.
വാച്ചിന് ഇന്നലെ ബ്ലൂ ഡ്രസ്സ് ആയതുകൊണ്ട് ഞാൻ ബ്ലൂ സ്ട്രാപ്പാണ് ഇട്ടിരുന്നത്. ഓടത്തില്ലെങ്കിൽ ലുക്കിന് കുറവൊന്നും വേണ്ടല്ലോ. ഇന്ന് ബ്ലാക്ക് ഡ്രസ്സ് ആയതുകൊണ്ട് സ്ട്രാപ്പ് മാറ്റി ബ്ലാക്ക് സ്ട്രാപ്പ് വെച്ചു. പൗഡർ ഇട്ടത് കുക്കുവിനും കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അവനും റെഡി ആയിക്കൊണ്ടിരിക്കുക. സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങി വന്നിട്ടുള്ള ഇരിപ്പാണ്. പക്ഷേ ഉടുപ്പിടുന്ന കാര്യം മറന്നുപോയി. ബാഗ് എവിടെ നിമ്മലാന്നും ചോദിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞ് മിഠായി മേടിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അലപ്പപ്പ മേളിലുണ്ട്, അലപ്പപ്പ കടയിൽ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് ഞങ്ങൾ സ്കൂളിലേക്ക് ഇറങ്ങാം. മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിൽ അവസാനം സമ്മതിച്ചു കേട്ടോ. സ്കൂളിൽ പോയിട്ട് ആ മിഠായി കൊണ്ടുവരണേ, ലോലിപ്പപ്പ മതി, പിന്നെ എന്തോ കോഫിയുടെ എന്തോ പേരൊക്കെ പറയുന്നത് കേട്ടോ. എന്തായാലും ഒരു 3-4 മിഠായിയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് ഇതൊക്കെ കിട്ടിയാലായി. അപ്പം ഞങ്ങൾ എന്നിട്ട് ഇനി സ്കൂളിലോട്ട്. ഇത് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നിട്ട് നിലുവിൻ്റെ കൂടെ കിടന്നുറങ്ങി. അവൻ എണീറ്റ് അവനെയും നനച്ച് സുസു വെച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ എണീറ്റ് ഫ്രഷായൊക്കെ കഴിഞ്ഞിട്ടുള്ള ബാക്കി വീഡിയോ ആണ് ഇന്നത്തെ. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ വന്നിരുന്നു, പക്ഷേ കറണ്ടില്ലായിരുന്നു. സ്കൂളിലും കറണ്ടില്ലായിരുന്നു, ഇവിടെയും കറണ്ടില്ലായിരുന്നു. അങ്ങനെ എൻ്റെ പണികളൊന്നും ഇന്ന് നടന്നിട്ടേ ഇല്ല. വീട്ടിൽ വന്നിട്ട് ഉച്ചയ്ക്ക് ചോറിൽ നിന്ന് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ കിച്ചണിലോട്ട് വന്നപ്പോഴത്തേക്ക് നമുക്ക് ആകെ ഇൻവെർട്ടറിൽ കത്തുന്ന ഒരു ലൈറ്റേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. പിന്നെ സമയവും ലേറ്റ് ആവണ്ടെന്ന് കരുതിയിട്ട് പെട്ടെന്ന് കഴിച്ചിട്ടങ്ങ് തിരിച്ചുപോയി. സ്കൂളിൽ കറണ്ട് വന്നാലോ എന്ന് വെച്ചിട്ടാണ് പോയത്. ടൈം ടേബിളും പോർഷൻസും ഒക്കെ വിടാനുണ്ട്. അപ്പം വെനസ്ഡേ അയക്കാമെന്ന് തന്നെ കരുതിയാണ് ഇരുന്നത്. വെനസ്ഡേയും മൺഡേയും ഒക്കെയാണ് നമുക്ക് ഈ ടൈം ടേബിൾ വിടാനും എക്സാം സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ നല്ല ദിവസം. ഞാനിങ്ങനെ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ട് പറയുന്നതല്ല കേട്ടോ, ബട്ട് എന്തോ എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. ഞാൻ പഠിക്കുന്ന സമയത്തോട്ട് എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് മമ്മി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വെനസ്ഡേ ഇടാം. മമ്മി അങ്ങനെ തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. വീൽ ചൂസ് മൺഡേ ഓ വെനസ്ഡേ. സ്കൂളിൽ നിന്ന് ടൈം ടേബിൾ അയക്കുന്നത് ഡേറ്റ് ടൈം പ്ലസ് പോർഷൻസ് ഒക്കെ ചേർത്തിട്ട് അയക്കുന്നത്. അപ്പോൾ മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ പോർഷൻസ് എനിക്ക് അത് മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ തന്നെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ലാതെ അത് നടക്കത്തില്ല. ഫോണിൻ്റെ നെറ്റ് യൂസ് ചെയ്തിട്ട് അതും കറങ്ങി നിൽക്കുക. അവിടെ തീരെ റേഞ്ചും ഇല്ല. അങ്ങനെ എന്തായാലും നാളെ ഇനിയിപ്പോൾ അത് ധൃതിപ്പെട്ട് ഓടിപ്പിടച്ച് തീർത്ത് നാളെ വൈകുന്നേരത്തിനുള്ളിൽ അത് അയച്ചിട്ട് വേണം വീട്ടിലോട്ട് വരാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഡിവോമിങ്ങിൻ്റെ ടാബ്ലറ്റ് കൊടുക്കുന്നതും ഇന്നായിരുന്നു. ഡാഡ എന്തോ ഒരു ആവശ്യത്തിന്, ആലൻ്റെ ഫാദറിനെയാണ് ഞാൻ ഡാഡ എന്ന് വിളിക്കുന്നത്. ഡാഡ അവിടുത്തെ പ്രിൻസിപ്പളാണ്. എന്തോ ഒരു ആവശ്യത്തിന് ഡാഡ പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് അവർക്ക് ബോയ്സും ഗേൾസിൻ്റെയൊക്കെ കണക്ക് വേണം, ടാബ്ലറ്റ് എടുക്കാത്തവരുടെ ലിസ്റ്റ് വേണം. അപ്പം തിരിച്ച് പെട്ടെന്ന് ചെന്നിട്ട് പിള്ളേർക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് ഇത് കൊടുക്കാനാണ് പറഞ്ഞിരുന്നത്. ഞാൻ രാവിലെ, അതായത് ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഉച്ചയ്ക്കത്തെ ലഞ്ച് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. വൈകുന്നേരം എപ്പോഴത്തെയും പോലെ തന്നെ നമ്മളിത് പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പം ഇന്നലെ ഉണ്ടാക്കിയില്ലല്ലോ. ഞാൻ ഇത്തിരി പുട്ടുപൊടി ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു മുരുമുരിപ്പിന് വേണ്ടിയിട്ട് പുട്ടുപൊടിയും മൈദയും ഉപ്പും പഞ്ചസാരയും ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് ഈ ഒരു ചെറിയ മിക്സർ വെച്ച് നന്നായിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഏത്തപ്പഴം വാങ്ങിയത് ഇപ്രാവശ്യവും എന്തോ പണി പറ്റി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, വാങ്ങിച്ചത് എന്തോ കപ്പ പോലെ ഇരുന്നു എന്ന്. ഇനി മുടവങ്ങളിൽ ചെല്ലുമ്പോൾ അവരോട് പറയണം, ഏത്തപ്പഴം ഇവിടുന്ന് വാങ്ങുന്നത് പച്ച ചീനി പോലെ ഇരിപ്പുണ്ട് എന്ന്. ഇന്നിപ്പോൾ ലേശം മയം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തൊലി ഉരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, പിച്ചി പറിച്ചെടുക്കുന്ന കണക്ക് ആ തൊലി ഉരിഞ്ഞ് വരുന്നത്. അങ്ങനെ അങ്ങോട്ട് ഒരു ഏത്തക്കാനസ് അതിനില്ല. എന്തോ എവിടെയോ ഒരു പാളിച്ച പോലെ. ഇടയ്ക്ക് 2-3 വലിയ പീസസ് ഇടുന്നത് നിലോനാണ് കേട്ടോ. അവന് ഏത്തക്ക കുറച്ചധികം തീറ്റിക്കാനും മാവ് കുറച്ച് തീറ്റിക്കാനുമായിട്ട്. പാൽപ്പൊടി തീർന്നു പോയി. അപ്പോൾ ഇനി അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് കട്ടൻ ചായ ആയിരിക്കും. അങ്ങനെ ഇന്നലെ സത്യം പറഞ്ഞാൽ വാവേനെ കാണാൻ പോയപ്പോഴത്തേക്ക് ഞാൻ ഓർത്തതാണ് പാൽപ്പൊടിയും കൂടെ മേടിച്ചിട്ട് വരണമെന്ന്. പക്ഷെ മറന്നു പോകും, എല്ലാം മറന്നു പോകും. ഇങ്ങനെ എന്തെങ്കിലും കാര്യം വാങ്ങിക്കാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഞാൻ മറന്നിരിക്കും. അപ്പോൾ ഇനി ഞാൻ ഓർക്കുന്നത് വരെ നമ്മൾ കട്ടൻ ചായ കുടിക്കും, അല്ല ഞങ്ങൾ കട്ടൻ ചായ കുടിക്കും. എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു ഇൻസ്റ്റാഗ്രാമിൽ, ട്രിവാൻഡ്രത്ത് ഈ നമ്മൾ എന്ന് പറയുന്നത് ട്രിവാൻഡ്രംകാരല്ലേ, അവിടെ ഞാൻ ആകെ BEd അവിടെ പഠിച്ചു എന്ന് മാത്രം ഒരു ബന്ധം മാത്രമേ എനിക്കുള്ളൂ. അതെനിക്കറിയാതെ വന്നു പോകുന്നതാണ്. നമ്മുടെ എന്നൊക്കെ അതെന്താണെന്നറിയത്തില്ല. നിങ്ങളെല്ലാവരും എൻ്റെ എന്നുള്ള പോലെയാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ചെയ്യാൻ പോകുന്നത്, നമ്മളിങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, അതങ്ങനെ വരുന്നതാണ്. TVMൻ്റെ സ്ലാങ് ആയിട്ടുള്ള നമ്മളല്ല. എണ്ണയൊഴിച്ച് ഞാൻ ഈ ഒരു പാനിലാണ് പഴംപൊരി ചെയ്തെടുക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാമായിരിക്കും. ലെസ് ഓയിൽ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അതുകൊണ്ട് ഡെയിലി ഇങ്ങനെ പഴംപൊരി മുക്കിപ്പൊരിച്ച് എണ്ണ തീർത്തുകൊണ്ടിരുന്നാലുണ്ടല്ലോ, സൺഫ്ലവർ ഓയിൽ വാങ്ങിക്കാനേ സമയം കാണത്തുള്ളൂ. അതുകൊണ്ട് പാനിലാകുമ്പോൾ കുറച്ച് എണ്ണ മതി. അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് ഒരു 6 പരം പഴംപൊരി. ഇപ്പോൾ ഞാൻ വലിയ പീസസ് ആയിട്ടല്ല എടുക്കുന്നത് കേട്ടോ, കട്ട് ചെയ്തെടുക്കും. സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസസാണ് ഞാൻ ഈ മറിക്കുമ്പോഴും തിരിക്കുമ്പോഴും ഒക്കെ എൻ്റെ ഒരു ധൃതിയൊക്കെ കാരണം എണ്ണ തെറിച്ചൊക്കെ വീഴുന്നത്. ഇതാകുമ്പോൾ കുറച്ചുകൂടെ സേഫാണ് തിരിച്ചും മറിച്ചുമൊക്കെ ഇടാൻ. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്, ഈ 6 അടുക്കി ഇടുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ഒരെണ്ണം കാണും ഒറ്റയ്ക്ക് തിരിഞ്ഞ് വീഴും. ബാക്കി എല്ലാവരും കൂടെ കപ്പിളായിട്ട് 5 പേരൊക്കെ ഒരുമിച്ചേ തിരിഞ്ഞ് വീഴത്തുള്ളൂ. ഒരെണ്ണത്തിൽ തൊടുമ്പോൾ ഇങ്ങനെ മാല പോലെ മാവ് ഒട്ടി എല്ലാം കൂടെ വരും. എന്തായാലും നമുക്ക് കാര്യം നടന്നാൽ പോരെ. ഈ ചപ്പാത്തി വട്ടത്തിലല്ല, ഭൂരി കറക്റ്റല്ല, വട്ടത്തിലല്ല എന്നൊക്കെ പറയുന്നവരടുത്ത് ഞാൻ പറയുന്നത്, വട്ടത്തിലാണോ വിഴുങ്ങുന്നതെന്ന്. അതേ കണക്ക്
പഴംപൊരി ഇപ്പോൾ എങ്ങനെ ഇരുന്നാലും കടിച്ച് പറിച്ചല്ലേ തിന്നുന്നത്. അപ്പോൾ പിന്നെ അത് എങ്ങനെ ഇരുന്നാലും എന്താ. ഒരു 13 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കൂടി കേട്ടോ. അത് എനിക്ക് തോന്നുന്നു നമ്മൾ ബെഡ്ഷീറ്റ് മേടിച്ച വീഡിയോയ്ക്കാണെന്ന് തോന്നുന്നു. ഞാൻ ഈ വീഡിയോയുടെ റേഷ്യോ മറ്റേ രീതിയിൽ വീഡിയോ എടുത്തിട്ട് റീച്ച് ആവുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അന്ന് തന്നെ ലാസ്റ്റായിട്ട് ആ റേഷ്യോയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ നല്ല രീതിക്ക് റീച്ചായി. ഒരു 2.3K വ്യൂസ് അതിന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും എന്നെ എന്തെങ്കിലും പഠിപ്പിക്കുവാണോ എന്നൊക്കെ ഒരു ചിന്ത. പക്ഷേ ഇതിൻ്റെ ക്ലാരിറ്റിയിലെ ഡിഫറൻസ് നിങ്ങൾ പറഞ്ഞത് എനിക്കും തോന്നി കേട്ടോ. നമ്മൾ ആ സ്ട്രെയിറ്റ് ആയിട്ട് വീഡിയോ എടുക്കുന്നതിനേക്കാളും നല്ല ക്ലാരിറ്റി ഉള്ളതുപോലെ. അതുകൊണ്ട് തന്നെ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാനാണ് എൻ്റെ പ്ലാൻ. ഇനി ഷോർട്സ് തലതിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് വരെ അതും അങ്ങനെ തന്നെ ഇരിക്കും. സെപ്പറേറ്റ് ആയിട്ട് ഷോർട്സ് എടുക്കാൻ എനിക്ക് പറ്റത്തില്ല കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കണ്ടൻറ്റ് വളരെ ഇമ്പോർട്ടൻറ്റാണ്. ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തോന്നുമായിരിക്കും ഞാൻ വെറുതെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷേ അതിനിടയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് റെസിപ്പീസ് പറയുന്നുണ്ട്. ചില ആൾക്കാർ അങ്ങനെ ഷോർട്സ് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ജസ്റ്റ് എന്താ പറയുന്നത്, അതാണ്ട് ഒരു കിളി വന്നിരുന്നു എന്നും പറഞ്ഞിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് പോകും. അപ്പോൾ ഇറ്റ് ഈസ് ഈസി, ബട്ട് എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. അൺടിൽ നൗ എനിക്കത് കംഫർട്ടബിൾ അല്ല. ഷോർട്സിലായാലും ഞാൻ ഈ ഒരു ലോങ് വീഡിയോയിൽ കാണിക്കുന്ന എൻ്റെ ഈ ഒരു എൻറ്റയർ ഡേ ഫുള്ള് റീലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അങ്ങനെ റീലായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇൻസ്റ്റഗ്രാമിൽ. പക്ഷേ അവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് 1.5 മിനിറ്റ് കിട്ടുമായിരുന്നു. 1 മിനിറ്റിലല്ല, 1.5 മിനിറ്റ്. ഇപ്പോൾ യൂട്യൂബിൽ അത് 1 മിനിറ്റ് ആയതുകൊണ്ടാണ് എനിക്കിത് മൊത്തം കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ലോങ് വീഡിയോയ്ക്കകത്തുനിന്ന് ഞാൻ 2 ഷോർട്സ് എടുക്കുന്നത്. അതായത് രാവിലെ തൊട്ട് ഉച്ച വരെയും ഉച്ച തൊട്ട് വൈകുന്നേരം വരെയും അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മുന്നിൽ ഇപ്പോൾ ഉള്ള വെല്ലുവിളികൾ. എന്തായാലും ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഐ ആം ഡൂയിങ് മൈ ബെസ്റ്റ്. അതെനിക്ക് മനസ്സിലുള്ളിടത്തോളം കാലം ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് മുമ്പോട്ട് പോവാം. ഡു യുവർ ബെസ്റ്റ് ആൻഡ് ലീവ് ദ റെസ്റ്റ് എന്നാണല്ലോ. നോക്കാം നമുക്ക്. ഞാൻ പഴംപൊരിയും ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നപ്പോൾ നോയ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നോയയും കുക്കുവും മറ്റേ എയർ ബോൾ വെച്ച് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക. നോയടുത്ത് പഴംപൊരി വേണമെന്ന് വെച്ചപ്പോഴത്തേക്ക് അവന് വേണ്ട, അവൻ കഴിച്ചിട്ടൊക്കെയാണ് വന്നേന്ന്. അവൻ്റെ അപ്പൂപ്പന് ഇവിടെ ഒരു കടയുണ്ടായിരുന്നു, ലില്ലിയംച്ചിക്ക് ചായക്കട ഉണ്ടായിരുന്നു. അതുപോലെ ഫേമസ് ആയിട്ടുള്ള ചായക്കടയാണ് ആൻഡോ ചേട്ടൻ്റെ ചായക്കട. അപ്പോൾ ഈ പഴംപൊരിയും പൊരിപ്പ് സാധനങ്ങളും ഒക്കെ കഴിച്ചാണ് അവൻ വളർന്നത്. അവനിതൊന്നും അത്ര വലിയ വിഷയമൊന്നുമല്ല. പിന്നെ നോയയും കുക്കുവിനെ പോലെ തന്നെയാണ് കേട്ടോ. ഇന്നലെ പറഞ്ഞില്ലേ ആലൻ്റെ കസിൻ ജാക്കിനെ കാണാൻ കടയിൽ പോകണമെന്ന് നിലു ബഹളം വെക്കുന്നുവെന്ന്. ജാക്കി ആൽവിൻ ഒരാളാണ്, ആൽവിൻ്റെ മോനാണ് നോവ. ഇവനെ കൊണ്ട് എനിക്ക് ഇന്നേ വരെ ചിക്കൻ ഫ്രൈ മാത്രം കഴിപ്പിക്കാനേ പറ്റിയിട്ടുള്ളൂ, അല്ലെങ്കിൽ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ആണെങ്കിൽ അധികം നിർബന്ധിക്കാതെ അവൻ കഴിക്കും. ഇവൻ കറക്റ്റ് കുക്കുവിൻ്റെ ഡിക്റ്റോ ആണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഭക്ഷണം വേണ്ട, എന്ത് കൊടുത്താലും വേണ്ട. രണ്ടുപേർക്കും കൂടി ഇപ്പോൾ കയ്യിലൊരു 10-20 രൂപ കൊടുത്തു നോക്കി ഇപ്പോൾ പോവും സാധനങ്ങൾ മേടിക്കാനായിട്ട്. നിലു ഓടിപ്പോയി ബസ്സുകാർക്ക് ടാറ്റ കാണിച്ചതാണ് കേട്ടോ. പക്ഷേ ഓടിച്ചെന്ന് നിന്നപ്പോൾ ഗേറ്റിൻ്റെ കറക്റ്റ് താഴെയായിപ്പോയി. ആ ബസ്സിൻ്റെ മേളിൽ ഒരാൾ കയറി നിന്നാൽ പോലും കാണത്തില്ല, ആ ഗേറ്റിൻ്റെ താഴെ അവൻ നിൽക്കുന്നത്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇനി ആകെ കഴുകാനായിട്ട് ഈ പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു ബോക്സ് ഞാൻ വെളിയിലെടുത്ത് വെച്ചത് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാനുള്ള ചിക്കനാണ്. നാളെ ബിരിയാണിയാണ്. രാവിലെ ബിരിയാണിയാണ് ചെയ്യുന്നതെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഒരുപാട് ലൈറ്റാക്കും, അതായത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്തെങ്കിലും ഒരു സാധനം വിശാലമായിട്ട് എനിക്ക് രാവിലെ കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബിരിയാണിയുടെ പ്രോസസ്സ് എല്ലാം നമ്മളിപ്പോൾ അരിഞ്ഞ് വെക്കും, എന്നാലും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അകത്തോട്ട് എനിക്ക് അധികം ശ്രദ്ധ പോകരുത്. അങ്ങനെ സ്റ്റാൻഡിൽ കൈ തട്ടിയതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് നാളെ നൂഡിൽസാണ്. വടിവേലു പറയുന്ന കണക്ക് എന്നെ പണ്ണാലും പ്ലാൻ പണ്ണണം. രാവിലെ ബിരിയാണിയുടെ പുറകെ നിൽക്കുമ്പോഴത്തേക്ക് ചുമ്മാ കിടന്ന് വേവുന്നൊരു സാധനം വേണം എനിക്ക്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നൂഡിൽസേ ഉള്ളൂ. കൂടെ 3 എഗ്ഗ് ബുൾസയും കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ. എഗ്ഗ് നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ 3 എണ്ണേ ഉള്ളൂ. ബിരിയാണിക്കും എനിക്ക് മുട്ട വേണം, മുട്ട എനിക്ക് മസ്റ്റാണ് ബിരിയാണിയുടെ കൂടെ. അപ്പോൾ കുക്കു സാറിനെ കടയിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പോകത്തില്ല എന്നുള്ളൊരു 2 മൈൻഡിൽ നിൽക്കുക. ഇത് എന്താ പരിപാടി എന്ന് വെച്ചാൽ രാത്രി ഡിന്നറിനായിട്ട് ചോറ് കുറച്ചേ ഇരിപ്പുള്ളൂ. കുക്കുവിനും അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ള ചോറേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് ചപ്പാത്തി ചെയ്യുന്നില്ല, എനിക്കും അലനും വേണ്ടിയിട്ട് ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് ദോശ അലന് ഇഷ്ടമല്ല കേട്ടോ, എന്നാലും വല്ലപ്പോഴൊക്കെ കഴിക്കണ്ടേ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് മറന്നു പോകത്തില്ലേ. ഇത് കഴിക്കുമ്പോൾ നിങ്ങൾ ആ മുഖം ശ്രദ്ധിച്ചാൽ മതി, ആ മുഖത്ത് കാണും ഇതിനോടുള്ള ഇഷ്ടക്കേട്. ഗോതമ്പ് ദോശയിൽ മൈദയും പഞ്ചസാരയൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത്തിരി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ചെയ്ത് ടേസ്റ്റ് കൂട്ടിയാലും വലിയ ഇഷ്ടമൊന്നും അല്ല. ഡോക്ടർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഡോക്ടർ ഗോതമ്പ് ദോശ ഇഷ്ടമല്ല, ഒരു പർട്ടിക്കുലർ ടേസ്റ്റും ഇല്ലാത്ത സാധനമാണെന്ന്. ഇതിപ്പോൾ ഉപ്പ്, പഞ്ചസാര, മൈദ ചേർത്തിട്ടുണ്ട്. 1 കപ്പ് മൈദ, 2 കപ്പ് ആട്ടപ്പൊടി, നമ്മുടെ ഗോതമ്പ് മാവ് റേഷൻ കടയിൽ നിന്ന്. അത് ഞാൻ അങ്ങനെ പറയുന്നതല്ല കേട്ടോ, ആ മാവ് നല്ലതാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നല്ല ആട്ടമാവ്, അതൊരു 2 കപ്പ്. അപ്പോഴത്തേക്ക് മുട്ടയും തൈരുമായിട്ട് കുക്കു സാറ് വന്നു. ബിരിയാണി ചെയ്യാനും തൈര് വേണം, പിന്നെ സാലഡ് ഉണ്ടാക്കാനും തൈര് വേണം.
മുട്ടയും വേണം. അപ്പോൾ മുട്ട അവൻ്റെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞു കേട്ടോ കൊണ്ട് അടുക്കി വെക്കാനായിട്ട്. ആ കെട്ട് അഴിക്കാനായിട്ട് പറഞ്ഞതിൻ്റെ സമാധാനക്കേട് കൊണ്ട് കവറ് സൈഡിൽ നിന്ന് വലിച്ച് കീറി മുട്ടയുമായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് അരിഞ്ഞ് വെക്കാം. ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. കുറച്ച് സവാള ബിരിയാണിക്ക് ഉള്ള മസാലയ്ക്ക് വേണം, പിന്നെ കുറച്ച് സവാള നമുക്ക് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണമല്ലോ. അപ്പോൾ ഇത് രണ്ടിനും കൂടെ ഉള്ളത് ഞാൻ ഒരുമിച്ച് അങ്ങ് മുറിച്ചെടുത്തിട്ട് കുറച്ച് കോരി മാറ്റുക ചെയ്യുന്നത്. അങ്ങനെ 2 സവാള തിൻ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞെടുത്തു. ഇത് ഞാൻ ഉപ്പൊന്നും പുരട്ടിയല്ല കേട്ടോ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത്. സവാളയൊക്കെ നല്ല ടൈറ്റായിട്ട് അടച്ചു വെച്ചാൽ അതവിടെ തന്നെ ഇരുന്നോളും. എന്നിട്ടൊരു 2 പച്ചമുളക് നടുവേ ചെറുതായിട്ടൊന്ന് കീറി വെച്ചിട്ടുണ്ട് ബിരിയാണിയിൽ ഇടാനായിട്ട്. എരിവ് വേണ്ടപ്പോൾ എടുത്ത് ചവയ്ക്കാൻ. അത്രയ്ക്ക് എരിവ് അങ്ങോട്ട് വരത്തില്ല ഈ 2 ഇട്ടാലും. തക്കാളി എടുത്തപ്പോഴത്തേക്ക് അവിടെ ഇവിടെയും ചില ഒടിവും ചതവും ഒക്കെ തക്കാളിക്ക്. ആ ഭാഗങ്ങളൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞു. കാരണം ഇവിടെ ഒരൊറ്റ തക്കാളിയേ ഉള്ളൂ. അപ്പോൾ മുട്ടയും തൈരും വാങ്ങിച്ചിട്ട് കുക്കുവിൻ്റെ അടുത്ത് ഇനി പോയി മോനെ തക്കാളി മേടിച്ചുകൊണ്ട് വരുമെന്ന് ചോദിച്ചാൽ അവൻ അറിയാവുന്ന ഭാഷയിലൊക്കെ അവൻ എന്നെ തെറി പറയും. എന്ന് വെച്ച് തെറി പറയുമെന്നല്ല കേട്ടോ, അവൻ കുറേ സങ്കടമൊക്കെ പറയും. എന്തുവാ മമ്മയ്ക്ക് ആദ്യം പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ. ലോജിക്കലി ചിന്തിച്ചാൽ അവൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ തക്കാളി ഇന്ന് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന അത്രയും പോർഷൻസ് എടുക്കാമെന്ന്. ഞാൻ മണമൊക്കെ നോക്കി, പക്ഷേ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അവിടെ ഇവിടെ ഓരോ കുത്തും വെട്ടുമൊക്കെ കിട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. സാലഡിനായിട്ട് ഞാൻ ആ ഒരു കുക്കുംബർ ഫുള്ളും എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കുക്കുംബർ വാങ്ങിച്ചിട്ടും ഒരാഴ്ചയായി. അപ്പോൾ ഇനി അതിരുന്നാൽ അതിങ്ങനെ നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ ചൊട്ടി തുടങ്ങി. അപ്പോൾ ഇനി അത് വെച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് കരുതി ആ ഒരു ഫുൾ കുക്കുംബർ സാലഡിനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ ഒരു പച്ചമുളകും. അതിലും ഉപ്പ് ചേർത്തിട്ടില്ല. നാളെ ഉപ്പും തൈരും ചേർക്കത്തുള്ളൂ. അതങ്ങനെ തന്നെ അടച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. ഈ ചിക്കൻ ബിരിയാണിക്കുള്ളത് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. അതിപ്പോൾ വെളിയിലെടുത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മെൽറ്റായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ബലം ചെയ്യുമെന്നാണ്. പക്ഷേ എനിക്കതില്ല. ആൻഡ് ഐ എം വെരി പ്രൗഡ് ഓഫ് ദാറ്റ്. എനിക്ക് സമയമില്ല, എനിക്ക് വെറുതെ ഇരിക്കണം. അങ്ങനെയല്ല കേട്ടോ. ഇന്നിപ്പോൾ പണികൾ കുറച്ചുള്ളതുകൊണ്ട് മൈൻഡിൽ എനിക്കൊരു സിനിമ കാണണമെന്നുണ്ട് ഇവിടുത്തെ പണികളൊക്കെ ഒതുക്കിയാൽ. അതായത് എപ്പോഴത്തെയും പോലെ നമുക്ക് മീൻ വെട്ടി കറി വെച്ച് പച്ചക്കറി വെജിറ്റബിൾ ചെയ്യാൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ. എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് ആ മെൽറ്റായത് അത്രയും വരെ മതിയെന്ന് ചിന്തിച്ചിട്ട് തൈരൊഴിച്ച് കൈ വെച്ച് ആ ചിക്കനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തു. 2 ലെഗ് കൊട്ടിയിരിക്കുകയായിരുന്നു, ഫ്രീസറിലിരുന്നതല്ലേ. നല്ല രീതിയിൽ തൈരൊക്കെ അങ്ങോട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിൽ മുമ്പ് പുരട്ടി വെച്ചിരുന്ന മസാലകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം. ഇൻ കേസ് ഇഫ് യു ഹാവ് ഫോർഗോട്ടൻ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇത്തിരി ചിക്കൻ മസാല. ഇത് ഇത്രയാണ് അതിൽ ഓൾറെഡി ഉള്ളത്. ഇപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ തൈരും കൂടെ ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. ബിരിയാണി ചെയ്യുന്നതിൻ്റെ തൊട്ട് തലേദിവസം രാത്രി മാത്രമേ തൈര് ചേർത്ത് വെക്കാവൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അന്നും പറഞ്ഞു ചിക്കൻ പുളിച്ചു പോകും. ഈ ഇത്രയും പണികൾ ചെയ്യുന്നത് വരെ നമ്മൾ ഈ ഒരു ഗോതമ്പ് മാവ് ഇങ്ങനെ സെറ്റാക്കി വെക്കുകയാണെങ്കിൽ പൊളിഞ്ഞു വരാതെ സാധനം ഇങ്ങ് പോരും കേട്ടോ. ഈ പെട്ടെന്ന് കലക്കി ചുടുമ്പോഴത്തേക്ക് നമ്മൾ തിരിക്കുമ്പോഴും മറിക്കുമ്പോഴും ഒക്കെ അരിക്കുമ്പോഴും കുണിക്കുമ്പോഴും എന്ന് പറയുന്ന കണക്ക് ഇതിങ്ങനെ ഇടയ്ക്ക് വിട്ടുപോകും. ചിലപ്പോൾ മാവ് ഒഴിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഹോളും വീഴും. ഇത്തിരി നേരം ഒന്ന് മാറ്റി വെക്കാമെങ്കിൽ അത് നല്ല രീതിക്ക് സെറ്റാവും കേട്ടോ. അതിൽ സോഡാപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ അതേ മിക്സ് തന്നെ. ഈ ഇത്രയും അരിഞ്ഞ് എല്ലാം ആക്കിയ സമയം എന്നിട്ട് ഞാനൊരു 3-4 ദോശ ചുട്ടെടുക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോൾ ഒരുവിധം കണക്കൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന സാധനമൊക്കെ കറക്റ്റായിട്ട് തീരും. അതായത് കൂടുതലും ഉണ്ടാവത്തില്ല, കുറവും ഉണ്ടാവത്തില്ല. ചോറ് വെച്ചാലും അങ്ങനെ തന്നെയാണ്. പുട്ടുണ്ടാക്കുമ്പോൾ മാത്രമേ ഉള്ളൂ പണി പാളുന്നത്. പുട്ടെപ്പോഴും കൂടിപ്പോവും. പിന്നെ തിന്നീർക്കാൻ ഞാനുണ്ടെന്നുള്ള സമാധാനത്തിൽ അത് കൂടിയാലും കുഴപ്പമില്ലല്ലോ. അങ്ങനെ ദോശയുടെ ക്ലോസപ്പ് ഷോട്ടൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് 2-3 ദോശ ഇങ്ങനെയും കൂടെ ചുട്ടെടുക്കാം. ഇതിന് ടേസ്റ്റ് വരാനായിട്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് നെയ്യും കൂടി ഇങ്ങനെ ചേർക്കും കേട്ടോ. തിരിക്കുന്നതിന് മുമ്പ് കുറച്ച് നെയ്യ് തേച്ചിട്ട് തിരിച്ചിടും. മൈദ ഉള്ളത് കൊണ്ടും ഇച്ചിരി പഞ്ചസാര ആഡ് ചെയ്തത് കൊണ്ടും ഇത് ജാം തേച്ചൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാൻ കുക്കുവിന് വേണ്ടിയിട്ട് മാവ് എടുത്തിട്ടില്ല. നിങ്ങളിന്ന് മൊത്തം കണ്ടല്ലോ. അവൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ഉച്ചയ്ക്ക് അവൻ കൊണ്ടുപോയത് ടോസ്റ്റുമാണ്. വൈകുന്നേരം ഇപ്പോൾ പഴംപൊരി തിന്നു. എന്നാലും ഒരു നേരമെങ്കിലും ചോറ് തിന്നണമല്ലോ. അതുകൊണ്ട് അവൻ ചോറും വെണ്ടയ്ക്കയും മീൻകറിയൊക്കെ ആയിട്ട് തിന്നാൽ മതി. അതെല്ലാം നമ്മുടെ ഗ്യാസിൻ്റെ പുറകിൽ അവിടെ ഇരിപ്പുണ്ട്. വെണ്ടയ്ക്ക ഞാൻ വന്നപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് കുക്കുവിൻ്റെ ആ ലഞ്ച് ബോക്സിൻ്റെ മേളത്തെ ലിഡിലോട്ട് എടുത്ത് മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് എടുത്ത് വെച്ചത്. അമ്മ ഇതിൻ്റെ ഇടയിൽ വന്നായിരുന്നു കേട്ടോ. അമ്മ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഷേളി ചേച്ചിയുടെ കോൾ ഉണ്ടായിരുന്നു. നിലുവിനെ പുറത്തോട്ട് കൊണ്ടുവന്നില്ലേ, ഞങ്ങൾ കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്യുവാന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ആ നിയമോൾ അവിടെ തിരക്കി വന്നു എന്ന് ലിലിയംച്ചി പറഞ്ഞു അത്രേ. അങ്ങനെ അമ്മയും നിലുവും കൂടെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അവരുടെ ഡിന്നറും ലഞ്ചും ഒക്കെ എടുക്കണമെങ്കിൽ ഞാൻ പ്രത്യേകമായിട്ടൊരു ക്യാമറാമാനെ വല്ലതും അപ്പോയിൻറ്റ് ചെയ്യണം. അതിന് രണ്ടിന് ഇതിൻ്റെ അകത്ത് എനിക്ക് കിട്ടത്തില്ല. ഇങ്ങനെ പാറി പറന്നങ്ങ് നടക്കും. ഇനിയിപ്പോൾ പോയാൽ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിക്കുന്ന ഒരു സമയമാകുമ്പോഴത്തേക്ക് തിരിച്ചു കൊണ്ടുവരത്തുള്ളൂ. അവിടെ സേറമോളുടെ വീട്ടിലും നീയയുടെ വീട്ടിലും ലില്ലിയമ്മച്ചിയുടെ അടുത്തും പിന്നെ കൊച്ചുവപ്പ കഞ്ഞി കുടിക്കുന്നുണ്ടെങ്കിൽ ആ മുട്ടയൊക്കെ കഴിച്ചിട്ട് ആളിങ്ങോട്ട് എത്തത്തുള്ളൂ. എന്തായാലും അവന് ഡിന്നർ നമ്മൾ കരുതേണ്ട കാര്യമില്ല. അവന് ഇപ്പോൾ അലം വിളിക്കുന്നത് ഊരുതണ്ടിന്ന്. അവൻ അങ്ങനെ നടന്ന് കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഇങ്ങോട്ട് വന്നോളും. പിന്നെ ലില്ലിയംച്ചി കഴിപ്പിക്കും കേട്ടോ. ഒരു കിണ്ണി ചോറും വെച്ചുകൊണ്ടിരിക്കും.
കൊച്ചങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്തിന് നിർമ്മലേ നീ അവൻ്റെ വായിൽ ഇത് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അമ്മേൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവൻ്റെ ഡിന്നർ കഴിഞ്ഞിട്ടുണ്ടാവും. അമ്മ പിന്നെ കുക്കു സാറിന് വാരി കൊടുത്തിട്ട് അമ്മയും കൂടെ കഴിച്ചോളും. അങ്ങനെ നമ്മുടെ ദോശയുടെ പരിപാടികൾ അതാ തീർന്നു. മാവ് കുഴച്ച പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വയ്ക്കുന്നുണ്ട്. പാൻ ഇപ്പോൾ എടുത്ത് കഴുകി വയ്ക്കാൻ പറ്റത്തില്ല, നല്ല ചൂടായിട്ടിരിക്കുകയാണല്ലോ. എന്നിട്ട് ഞാൻ എൻ്റെ ആഗ്രഹം പോലെ ഇന്ന് സിനിമ കാണാൻ പോവുകയാണ്. കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു 12th ഫെയിൽ എന്ന് പറഞ്ഞ സിനിമ കാണണമെന്ന്. പക്ഷേ എനിക്ക് പേര് മൈൻഡിൽ നിന്ന് പോയി കേട്ടോ. ഞാൻ പ്ലസ് ടു എന്ന് അങ്ങനെ ഒരു ഫിലിം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അലാൻ ചോദിക്കുന്നത് നീ 12th ഫെയിലാണോ ഉദ്ദേശിച്ചതെന്ന്. അങ്ങനെ എന്തായാലും പടം കണ്ടു കിട്ടി. പ്രൈമിലല്ല, ഹോട്ട്സ്റ്റാറിലുണ്ടായിരുന്നു. ഫിലിം ഏതാണ്ട് ക്ലൈമാക്സിനോടടുത്തു. അതിൻ്റെ ഇടയിൽ പോസ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഞങ്ങളുടെ ഡിന്നർ എടുക്കുകയാണ്. ഞാൻ കുറച്ച് മീൻ കറി എടുക്കുന്നുണ്ട്, ഫിഷ് ഫ്രൈ ചെയ്തത് കുറച്ചുണ്ട്, അത് അലന് കൊടുക്കാം. അങ്ങനെ ദോ എനിക്ക് 3 4 5 അലന്. ഞാൻ പറഞ്ഞില്ലേ കണക്കൊക്കെ കൃത്യമാണ്. അപ്പോൾ പരിപ്പ് കറി ഞാൻ അവനിൽ വെച്ച് ചൂടാക്കി എടുത്തു. മീൻ കറി എനിക്ക് പരിപ്പ് കറിയും മീൻ കറിയും, അലന് പരിപ്പ് കറിയും മീൻ വറുത്തതും. അമ്മയും നിലുവൊക്കെ അപ്പോഴത്തേക്ക് വന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം ഒരു 9:30 ആയിട്ടുണ്ടാവും, അതായത് ഈ ഡിന്നർ എടുക്കുന്ന സമയത്ത്. അമ്മ അപ്പോഴത്തേക്ക് അപ്പുറത്ത് അമൃതം കാച്ചുന്നുണ്ട്, നിലുവിൻ്റെ അമൃതം കാച്ചി വയ്ക്കുന്നുണ്ട്. നിലുവും കുക്കുമായിട്ട് അവിടെ തകർത്ത് ജനലിൻ്റെ പണിക്കാർ വന്നപ്പോൾ കേട്ടനൊക്കെ ഊരിയിട്ട് അതിൻ്റെ റോഡ് ഊരി വെച്ചായിരുന്നു, കേട്ടൻ്റെ റോഡ്. അത് വെച്ച് കുന്തത്തെ കയറുന്ന ലുട്ടാപ്പിമാരെ കണക്ക് ഇവിടെയൊക്കെ കിടന്ന് ഓടുക. ഏതെങ്കിലും ഒരെണ്ണം വീണ് കരയുന്നത് വരെ ഈ ഓട്ടം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഡിന്നർ കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് എൻ്റെ ഒരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് വെക്കുന്നുണ്ട്. ഇതെല്ലാ ദിവസവും ഒന്നുള്ള പരിപാടിയല്ല, എനിക്ക് സമയവും മൂഡും ഒക്കെ ഉണ്ടെങ്കിലേ ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ കേട്ടോ. ഒലയുടെ മോയ്സ്ചറൈസറാണ് ഈ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ നൈറ്റ് ക്രീം, ഡേ ക്രീമും നൈറ്റ് ക്രീമും ഉണ്ട്. ഞാനിപ്പോൾ നൈറ്റ് ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഇതൊരു കേക്ക് മെത്തേഡിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഞാൻ റെറ്റിനോൾ ഇന്ന് ഇടുന്ന ദിവസമാണ്. ഒരു 2-3 ദിവസം ഇടവിട്ട് ഞാൻ റെറ്റിനോൾ അപ്ലൈ ചെയ്ത് കൊടുക്കും. റെറ്റിനോൾ ഇസ് ആൻ ആൻറ്റി ഏജിങ് സിറം, റിങ്കിൾസ് ഒക്കെ വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം മോയ്സ്ചറൈസർ ഞാൻ എന്നെ തന്നെ ഫ്രെയിമിലുണ്ടോ എന്ന് നോക്കിയതാണ്. അത് കഴിഞ്ഞിട്ട് റെറ്റിനോൾ ഒരു 4 തുള്ളി. അതിനൊരു കടുകെണ്ണയുടെയൊക്കെ മണമാണ് കേട്ടോ, ഒരു മഞ്ഞ കളർ ആ സാധനത്തിന്. വീണ്ടും നമ്മൾ കുറച്ചുകൂടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിനെ അങ്ങ് അകത്ത് ലോക്ക് ചെയ്യും. എന്നിട്ട് ഞാനൊരു റിട്ടൈനർ വെച്ചു. താഴെ വെക്കുന്നില്ല, എൻ്റെ ചുണ്ട് താഴത്ത് പൊട്ടിയിരിക്കുക, നിലു തല കൊണ്ട് വെച്ച് ഇടിച്ചിട്ട്. അപ്പോൾ താഴെ ആ റിട്ടൈനർ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും വേദന എടുക്കും. അതുകൊണ്ട് താഴെ വെച്ചിട്ടില്ല, മേളിലത്തത് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. കയ്യിൽ വാസ്ലിൻ്റെ പെർഫെക്റ്റ് 10 എന്ന് പറയുന്ന മോയ്സ്ചറൈസറാണ്, ബോഡി ലോഷനാണ്. പിന്നെ കാലിൽ ഇതൊക്കെ ഞാൻ മൈ സ്കിൻ കെയർ റുട്ടീനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഗ്ലിസറിൻ ആദ്യം അപ്ലൈ ചെയ്തിട്ട് അതൊന്നിങ്ങനെ കാലിലേക്ക് വറ്റി തുടങ്ങുമ്പോഴത്തേക്ക് അതിന് പുറത്തോട്ട് കുറച്ച് വാസ്ലിനും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ വാസ്ലിനും ഗ്ലിസറിനും ഒക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ പൊടിയിലൊക്കെ നടന്നാലുണ്ടല്ലോ എല്ലാം കൂടി ഇങ്ങനെ കാലിൽ പറ്റി പിടിച്ച് കാലിങ്ങനെ ഒരുമാതിരി കറുത്തിരിക്കും. അതുകൊണ്ട് ഇതൊക്കെ ജസ്റ്റ് കിടക്കുന്നതിന് മുമ്പ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഞാനിതൊക്കെ തേച്ചിട്ട് സോക്സും കൂടി ഇടും. നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സോക്സ് ഇട്ടുകൊണ്ട് പോകുമ്പോൾ കാല് നല്ല അടിപൊളിയായിട്ട് ഇരിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഈ മോയ്സ്ചർ എല്ലാം അകത്ത് ലോക്ക് ചെയ്ത് കാലിനെ രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് വെച്ചിരിക്കും. ഇത്രയേ ഉള്ളൂ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.